ഹലോ ഫ്രണ്ട്സ്, അജീഷ് ടോക്സിന്റെ മറ്റൊരു വീഡിയോയിലോട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഇന്ന് ഞാൻ വളരെയധികം സന്തോഷത്തിലാണ്. കാഴ്ച പരിമിതി എന്ന പരിമിതിയെ അതിജീവിച്ചുകൊണ്ട് മുന്നിലോട്ട് പോകുന്ന ഒരു സകലകലാ വല്ലഭന്റെ അടുത്താണ് കേട്ടോ ഞാൻ ഇരിക്കുന്നത്. ഒരു അധ്യാപകനാണ്, ഒരു ആർട്ടിസ്റ്റാണ്, എല്ലാം കൊണ്ട് ഇനി എന്തോ വേണമെന്നാണ് നമ്മൾക്ക് ചോദിക്കാൻ തോന്നുന്നത്. അപ്പം ഫുൾ വീഡിയോ കാണാൻ മറക്കരുത് കേട്ടോ. ഇന്നത്തെ വിശേഷം എന്ന് പറയുന്നത് നമ്മുടെ സ്വന്തം സജി സാറിനെയാണ്. നമ്മുടെ സ്വന്തം എന്ന് പറയാം, എൻ്റെ സ്വന്തം സജി സാറിനെയാണ്. എന്നെ 6 മാസം കമ്പ്യൂട്ടർ മൊബിലിറ്റി എല്ലാം പഠിപ്പിച്ച സാറാണ് കേട്ടോ. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഒരു സകലകലാ വല്ലഭനാണ്. അതുകൊണ്ട് തന്നെ വീഡിയോ കാണാൻ നിങ്ങൾ മറക്കരുത്. ഇന്നത്തെ വിശേഷം തിരുവനന്തപുരത്തിന്റെ സ്വന്തം ബാലരാമപുരത്തിന്റെ സ്വന്തം സജി സാറിന്റെ വിശേഷങ്ങളിലോട്ടാണ്. നമുക്ക് പോകാം വീഡിയോയിലോട്ട്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഹായ് സാർ. ഹായ്. അപ്പം എൻ്റെ ചാനലിൽ ഞാനിങ്ങനെ ഒരു സീരീസ് ചെയ്യാറുണ്ട്, നമ്മൾ ഒരു ഇന്റർവ്യൂ തീർച്ചയായിട്ടും ഞാനത് കാണാറുണ്ട്. അതെ, അപ്പോൾ എന്തായാലും എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് സാർ വന്നതിൽ. ആദ്യം എനിക്ക് അതാണ് പറയാനുള്ളത്. താങ്ക് യു. അപ്പം സാറിനെ പറ്റി എൻ്റെ വ്യൂവേഴ്സിനോട് ആദ്യം സാറിനെ ഒന്ന് പരിചയപ്പെടുത്തിയാൽ കൊള്ളായിരുന്നു. എന്നെപ്പറ്റി എൻ്റെ സ്ഥലം ബാലരാമപുരമാണ്. പേര് സജു. ഇപ്പോൾ ഇവിടെ നാഷണൽ അസോസിയേഷൻ ഫോർ ദി ബ്ലൈൻഡിൻ്റെ ഓഫീസിൽ കാഴ്ച പരിമിതരായിട്ടുള്ള കുട്ടികളെ മാത്രമല്ല എല്ലാ ആൾക്കാരെയും കമ്പ്യൂട്ടർ പഠിപ്പിക്കുന്നു. അതുകൂടാതെ ഞാൻ അത്യാവശ്യം മ്യൂസിക് പ്രോഗ്രാംസ് അതുമാതിരിയുള്ള കുറച്ച് കാര്യങ്ങൾ പുറത്ത് കമ്പ്യൂട്ടർ ക്ലാസ് എടുക്കുന്നുണ്ട്. അല്ലാണ്ടുള്ള ആൻഡ്രോയിഡ് അങ്ങനെയൊക്കെയുള്ള ക്ലാസ്സുകളൊക്കെ എടുക്കുന്നുണ്ട്. ടെക്നോളജി പരമായിട്ട് കുറേ ക്ലാസ് സാറ് ചെയ്യുന്നുണ്ട്. ഓൺലൈനിലായാലും ഓഫ്ലൈനിലായാലും. കമ്പ്യൂട്ടറിൽ നമുക്ക് വിൻഡോസ് ചെയ്യുന്നുണ്ട്, ഉബണ്ടു, പിന്നെ ആൻഡ്രോയിഡ് iOS ചെയ്യുന്നുണ്ട് അല്ലേ സാർ? യെസ്. ഇപ്പോൾ സ്ക്രീൻ റീഡർ യൂസേഴ്സിനാണ് അങ്ങനെയുള്ള ക്ലാസ്സുകൾ ചെയ്യുന്നത്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ സാറിനെ കോൺടാക്ട് ചെയ്യേണ്ട ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടാവും. അപ്പം സാറ് പറഞ്ഞപ്പോൾ തന്നെ ആദ്യം തന്നെ സജു എന്നാണ് സാറിൻ്റെ പേര്. ബാലരാമപുരം, തിരുവനന്തപുരത്തെ ബാലരാമപുരത്താണ് സാറിൻ്റെ സ്ഥലം കേട്ടോ. അപ്പോൾ സാറിൻ്റെ വീട്ടിൽ ആരൊക്കെ ഉണ്ട്? വീട്ടിൽ വൈഫുണ്ട്, എനിക്കൊരു മകളുണ്ട്. 2 പേരാണുള്ളത്. അതെ. അപ്പോൾ സാറ് ആദ്യം ജന്മന കാഴ്ച പരിമിതിയുള്ള ആളായിരുന്നല്ലോ. അതെ, ഓഫ് കോഴ്സ്. അപ്പോൾ സാറ് പഠിച്ചതൊക്കെ എവിടെയാണ്? ഞാൻ പഠിച്ചത് വർക്കല എന്ന് പറഞ്ഞ സ്ഥലത്ത്. ഞങ്ങൾക്കൊരു നമ്മുടെ കാഴ്ച പരിമിതരായിട്ടുള്ളവർക്ക് വേണ്ടിയിട്ട് ഉള്ളൊരു സ്കൂളുണ്ട്, അന്ധവിദ്യാലയമുണ്ട്. അവിടെയാണ് പഠിച്ചത്. കേരളത്തിൽ ഏതാണ്ട് 14ഓളം അന്ധവിദ്യാലയങ്ങളുണ്ട്. അതിൽ തിരുവനന്തപുരത്ത് 2 ഉണ്ട്. അതിൽ വർക്കല എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞാൻ പഠിച്ചത്. എത്രാം ക്ലാസ് വരെ സാർ അവിടെ പഠിച്ചു? അന്ധവിദ്യാലയത്തിൽ 1-ാം ക്ലാസ് മുതൽ, പണ്ട് നഴ്സറി ഒക്കെ ഉണ്ടായിരുന്നു, അവിടെ നഴ്സറി മുതൽ 7-ാം ക്ലാസ് വരെയാണ്. അപ്പോൾ 7-ാം ക്ലാസ് വരെ ഞാൻ അവിടെ പഠിച്ചു. അതിനുശേഷം കൊല്ലം ക്രേവൺ LMS, അതൊരു ഹൈസ്കൂളാണ്. കാഴ്ചയുള്ള കുട്ടികൾ, അത് മിക്സ്ഡ് ആയിട്ടുള്ള, അതെ, നോർമൽ കുട്ടികളും ഉള്ള സ്കൂളാണ്. 8-ാം ക്ലാസ് മുതൽ എല്ലാവർക്കും അങ്ങനെ മാത്രമേ പഠിക്കാൻ കഴിയുള്ളൂ. 8-ാം ക്ലാസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്പെഷ്യൽ സ്കൂൾസ് ഇല്ല? 7-ാം ക്ലാസ് വരെയാണ് സ്പെഷ്യൽ സ്കൂൾസ്. ഓക്കെ. അപ്പോൾ സാർ എങ്ങനെയാണ് ബ്ലൈൻഡ് സ്കൂളിൽ പഠിച്ചതൊക്കെ? ബ്ലൈൻഡ് സ്കൂളിൽ പഠിച്ചത് അവിടെ ആദ്യം തന്നെ നമുക്ക് ബ്രെയിലി ലിപി നമ്മൾ ചെല്ലുമ്പോൾ ഉടനെ നമുക്ക് പഠിക്കാൻ കഴിയില്ല. നമ്മൾ ഓരോ ക്ലാസ്സിൽ പോകുന്നതനുസരിച്ച് നമുക്കത്, എന്നാലും 1-ാം ക്ലാസ് 2-ാം ക്ലാസ്സോടുകൂടിയൊക്കെ നമുക്ക് വളരെ കൃത്യമായിട്ടത് മനസ്സിലാക്കാൻ സാധിക്കും. ബ്രെയിലി ലിപി ഉപയോഗിച്ച് തന്നെയാണ് നമുക്ക് നമ്മുടെ പാഠ്യപദ്ധതിയിൽ നമുക്ക് പാഠങ്ങളൊക്കെ പഠിക്കുന്നതും നോട്ട്സ് എഴുതുന്നതും ഒക്കെ എല്ലാം ചെയ്യുന്നത്. അതായത് ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു ഇടയ്ക്കൊരിക്കൽ, നമ്മൾ തൊട്ട് നോക്കിയാണ് എല്ലാം വായിക്കുന്നത് അല്ലേ സാർ? അതെ. അപ്പൊ അതാണ് ബ്രെയിൽ ലിപി എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ബ്രെയിൽ ലിപിയിൽ എല്ലാ ഭാഷകളും എഴുതാൻ പറ്റും? എല്ലാ ഭാഷകളും. അതിനകത്ത് 6 ഡോട്ടുകളാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഈ 6 ഡോട്ടുകളിൽ 63ഓളം കോമ്പിനേഷൻസ് ഉണ്ട്. ഈ 63ഓളം കോമ്പിനേഷൻസ് ഉപയോഗിച്ചിട്ട് നമുക്ക് ലോകത്തിലെ ഏത് ഭാഷയും അനായാസേന കൈകാര്യം ചെയ്യാൻ സാധിക്കും. നമ്മൾ സാധാരണ ഞാൻ ബ്രെയിൽ എഴുതാറില്ല, അതുകൊണ്ടാണ് എൻ്റെ സംശയങ്ങളോട് ഞാൻ ചോദിക്കുന്നത്. ഈ സംശയങ്ങൾ ചിലപ്പോൾ എൻ്റെ വ്യൂവേഴ്സിന് സാറിൻ്റെ അടുത്ത് ചോദിക്കാൻ തോന്നിയതായിരിക്കാം. തീർച്ചയായിട്ടും. അപ്പം ഈ ബ്രെയിൽ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ സാധാരണ സൈറ്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തി എഴുതുന്ന സ്പീഡിൽ നമുക്ക് എഴുതാൻ പറ്റുമോ? നമുക്ക് നന്നായിട്ട് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് നമുക്ക് ഒരുവിധം എഴുതാൻ പറ്റും. പിന്നെ നമുക്ക് ബ്രെയിൽ ഇൻസ്ട്രുമെൻറ്റിൻ്റെ പല പതിപ്പുകളുണ്ട്. ഇപ്പം കൈകൊണ്ട് നോർമലി നമ്മൾ പഠിക്കുമ്പോൾ പേപ്പർ ഒരു ഇൻസ്ട്രുമെൻറ്റിൽ വെച്ചിട്ട് കാഴ്ചയുള്ള ഒരു പേന ഉപയോഗിക്കുന്ന പോലെ നമുക്ക് സ്റ്റൈലസ് എന്ന് പറഞ്ഞിട്ട് ഉപകരണമാണുള്ളത്. ഇതുകൊണ്ട് കുത്തിയാണ് നമ്മൾ എഴുതുന്നത്. അപ്പോൾ അതിൻ്റെ പരിഷ്കരിച്ച കുറേ രൂപങ്ങളുണ്ട് ഈ ടൈപ്പ് റൈറ്റർ മോഡലിലൊക്കെ ഉള്ളത്. അത് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ഫാസ്റ്റായിട്ട് എഴുതാൻ സാധിക്കും. ടൈപ്പ് റൈറ്റർ എന്ന് പറയുന്നത് ഓൾറെഡി അതിൽ തന്നെ എല്ലാം ഉണ്ടാവും. ഓൾറെഡി അതിനകത്ത് കീസ് ആണുള്ളത്. ഈ കീസ് ഉപയോഗിച്ചിട്ട് നമുക്ക് കീസ് പ്രസ് ചെയ്തിട്ട്, ഇപ്പോൾ നമ്മൾ ബ്രെയിൽ കൈകൊണ്ട് അല്ലാതെ എഴുതുവാണെങ്കിൽ നമുക്ക്
ഇപ്പോൾ 1 2 3 4 5 6 ഈ 6 ഡോട്ടുകൾ ഇടുവാണെങ്കിൽ 6 തവണ നമ്മൾ പ്രസ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഈ മെഷീൻ ടൈപ്പ് റൈറ്ററിലാണെങ്കിൽ നമുക്ക് ഈ 6 കീസ് ഉപയോഗിച്ചുകൊണ്ട് ഒറ്റ തവണ ഇത് പ്രസ് ചെയ്താൽ നമുക്ക് അതുപോലെ ഈ മൾട്ടി ഡോട്ട്സ് ഒറ്റ തവണ തന്നെ നമുക്ക് വെച്ചിട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാല് സാധാരണ സൈറ്റഡ് ആയിട്ടുള്ളവർ എഴുതുന്നതിനോട് ഇടം പിടിച്ച് നിൽക്കാൻ പറ്റും. ഇതിനകത്ത് ഈ ചുരുക്കെഴുത്ത് പോലെയുള്ള കുറച്ച് രീതികളൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതുകൂടി നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ഈസി ആയിട്ട് പറ്റും. പക്ഷെ കമ്പ്യൂട്ടറിൽ സൈറ്റഡിനേക്കാളും മുന്നിൽ നമുക്ക് നിൽക്കാൻ പറ്റും. കമ്പ്യൂട്ടറിൽ സൈറ്റഡിനേക്കാളും മുന്നിൽ നമുക്ക് ഒരു പക്ഷേ പ്രാക്ടീസ് ഉണ്ടെങ്കിൽ നിൽക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പം 7ാം ക്ലാസ് വരെ ബ്ലൈൻഡ് സ്കൂളിൽ പഠിച്ചല്ലേ, അവിടെ നിന്ന് സാറിന് ഏറ്റവും കൂടുതൽ പഠിക്കാൻ പറ്റിയത് അല്ലെങ്കിൽ സാറിന്റെ ലൈഫിൽ പ്രയോജനകരമായിട്ട് തീർന്നു എന്ന് തോന്നിയത് എന്തായിരിക്കും? അവിടെ നിന്ന് ഈ ബ്ലൈൻഡ് സ്കൂളിലെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് പാഠ്യ വിഷയങ്ങൾക്ക് പുറമെ നമുക്ക് ഈ അല്ലാണ്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മളെ അവിടെ പഠിപ്പിക്കുന്നുണ്ട്. കലാപരമായിട്ടുള്ളതുണ്ട്, കായികപരമായിട്ടുള്ളതുണ്ട്, തൊഴിൽ സംബന്ധമായിട്ടുള്ളതുണ്ട്. ഇങ്ങനെയുള്ള തൊഴിൽ സംബന്ധമായിട്ടൊക്കെ പഠിപ്പിക്കുന്നുണ്ട്. അവിടെ ഈ ക്രാഫ്റ്റ് വർക്ക്, നെയ്ത്ത്, പണ്ടൊക്കെ നെയ്ത്ത് ഉണ്ടായിരുന്നു, അത് പഠിപ്പിക്കുമായിരുന്നു. ഇപ്പോൾ ചെയ്യാൻ പറ്റും. പണ്ടൊക്കെ ഞങ്ങളുടെ സ്കൂളിൽ ഞാനൊക്കെ വരുന്ന സമയത്ത് നെയ്യുന്ന നമ്മുടെ സീനിയേഴ്സ് ആയിട്ടുള്ള ചേട്ടന്മാരും ചേച്ചിമാരൊക്കെ ഉണ്ടായിരുന്നു, നെയ്യുന്ന ആൾക്കാരുണ്ടായിരുന്നു. പിന്നെ നമുക്ക് ക്രാഫ്റ്റ്, കരകൗശല വസ്തുക്കൾ, ഒരുപാട് സാധനങ്ങളൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. പ്ലാസ്റ്റിക് മറ്റു സാധനങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ മ്യൂസിക് നമ്മളെ അവിടെ സ്കൂളിൽ പഠിപ്പിക്കുന്നുണ്ട്. അപ്പം വോക്കൽ, പിന്നെ ഇൻസ്ട്രുമെന്റ്സ്, ഇതൊക്കെ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇതിനകത്ത് എല്ലാം ചെയ്യുമായിരുന്നു, പക്ഷെ കുറച്ച് കൂടുതലായിട്ട് മ്യൂസിക്കിലേക്കാണ് പോയത്. അപ്പം മ്യൂസിക്കിന്റെ കാര്യം പറഞ്ഞപ്പോൾ എന്റെ ചാനൽ കറക്റ്റായിട്ട് ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ അറിയാം, 2021 തോന്നുന്നു സാർ നമ്മളൊരു പ്രോഗ്രാം 2023 2023 ക്രിസ്മസിൽ നമുക്ക് എന്തായാലും ഒരു പ്രോഗ്രാം ചെയ്യാൻ വേണ്ടി പറ്റി. അന്നാണ് കറക്റ്റ് നമ്മൾ നന്നായിട്ടൊന്ന് ഇടപഴകുന്ന അന്നാണല്ലേ, അന്നാണ് നമ്മൾ നന്നായിട്ടൊന്ന് ഇടപഴകുന്നത്. സാറില് അതിനൊക്കെ സംസാരിക്കാൻ മനസ്സിലാവും. ഇൻസ്ട്രുമെന്റ് എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ മ്യൂസിക് എന്ന് പറയുമ്പോൾ നമ്മൾ ഒന്നിൽ ഒതുങ്ങി നിൽക്കുന്നതാണ്. കൂടുതൽ നമ്മളൊരു പ്രൊഫഷണൽ ആയിട്ട് എടുത്ത് പഠിക്കുക എന്ന് പറയുന്ന ഒന്നാണ് അല്ലേ? തീർച്ചയായിട്ടും. പക്ഷെ സാറിന്റെ ഒരു ഇതിൽ വന്നിട്ടുള്ളത് വളരെ ഒരു മാറ്റമാണ്. കാരണം ഉപയോഗിക്കാത്ത ഇൻസ്ട്രുമെന്റും പാടാത്ത പാട്ടുകളും ഇല്ലെന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. കാരണം ഇപ്പം ഒരു സ്റ്റേജിൽ സാറിന്റെ കുറെ പ്രോഗ്രാംസ് ഞാൻ കണ്ടിട്ടുണ്ട്. ഒരു സ്റ്റേജിൽ ഒരു ഇൻസ്ട്രുമെന്റ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ അടുത്ത സ്റ്റേജിൽ വേറൊരു ഇൻസ്ട്രുമെന്റ് ആയിരിക്കും. അത് വേറെ ടൈപ്പ് ആയിരിക്കും. നമ്മളിപ്പം ഇലക്ട്രിക്, നമ്മളിപ്പോ തബലയൊക്കെ ആണെങ്കിൽ ഓഫായിട്ട് യൂസ് ചെയ്യുന്നതാണ്, അല്ലെങ്കിൽ കീബോർഡൊക്കെ ആണെങ്കിൽ ഒരിടത്ത് ഇലക്ട്രിക് ആണെങ്കിൽ ഒരിടത്ത് നോർമലാണ്. അങ്ങനെ പല ടൈപ്പ് ഇൻസ്ട്രുമെന്റ് പല രീതികളിൽ നമ്മൾ ഈ സിനിമയിലൊക്കെ പറയുന്ന പോലെ ഒരാളിനെ പല രീതിയിൽ കാണുന്നത് പോലെയാണ് പല സ്റ്റേജിൽ നമ്മൾ സാറിനെ കാണുന്നത്. അപ്പൊ സാറിന്റെ നമുക്ക് ഇന്ന് എന്തായാലും എല്ലാ ഇൻസ്ട്രുമെന്റ് കാണിക്കാനുള്ള ഒരു സൗകര്യം ഇല്ലാത്തത് കൊണ്ട് നമ്മൾ കയ്യിലുള്ള ഒരു ഇൻസ്ട്രുമെന്റ് വെച്ച് കാച്ചാന്ന് കരുതി. തീർച്ചയായിട്ടും. അപ്പൊ നമുക്ക് ഒരു ഇൻസ്ട്രുമെന്റ് ഒരു ക്ലിപ്പ് കണ്ടിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം. ഓക്കെ. ഇപ്പൊ എന്റെ കയ്യിലിരിക്കുന്നത് ഇത് മെലോഡിക്ക എന്ന് പറഞ്ഞൊരു ഇൻസ്ട്രുമെന്റ് ആണ്. ഇതൊരു വിൻഡ് ടൈപ്പ് ഇൻസ്ട്രുമെന്റ് ആണ്. അപ്പോൾ കണ്ടാൽ ചെറിയൊരു കീബോർഡ് പോലെ തന്നെ തോന്നും, പക്ഷെ ഇത് കീബോർഡല്ല. നമ്മുടെ ഹാർമോണിയം എന്ന് പറയുന്നത് വിൻഡ് ടൈപ്പ് ഇൻസ്ട്രുമെന്റ് ആണ്. നമുക്ക് അറിയാം എല്ലാവർക്കും. ഒരു കൈ കൊണ്ട് ഇങ്ങനെ അതിൻ്റെ ബെല്ലോസ് പ്ലേ ചെയ്ത് ചലിപ്പിച്ചുകൊണ്ട് നമുക്ക് കീ പ്രസ് ചെയ്ത് വായിക്കാം. അതിന് പകരമായിട്ട് ഇവിടെ ഒരു മൗത്ത് പീസ് ഉണ്ട്, കാണാൻ പറ്റുമായിരിക്കും. ഈ മൗത്ത് പീസിൽ നമ്മൾ വായ കൊണ്ട് എയർ കൊടുത്തുകൊണ്ട് നമുക്കിവിടെ ഈ കട്ടകളിൽ വായിക്കാൻ പറ്റും. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യ കാലഘട്ടങ്ങളിൽ നമ്മുടെ ഹാർമോണിയം ഇറങ്ങിയ സമയത്ത് എയർ കൊണ്ടാണ് നമ്മളത് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അതിന്റെ ഒരു അടുത്ത ഇതിന്റെ പതിപ്പ് ഒരുപാട് ഉപകരണമുണ്ട്. അതിൽ ഒന്നാണ് ഈ മെലോഡിക്ക എന്ന് പറയുന്നത്. ഓക്കെ, സാറിന്റെ ഫസ്റ്റ് ഏത് പാട്ടാണ് സാർ വായിക്കുന്നത്? ഞാനൊരു പഴയ ഒരു ഹിന്ദി ഗാനത്തിൽ തന്നെ തുടങ്ങാം. ഓക്കെ. എനിക്ക് മിക്കവാറും വളരെ ഫെമിലിയർ ആയിട്ടുള്ള എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പാട്ടാണിത്. സാറിന് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ടാണ് വായിക്കുന്നത് അല്ലേ? ഓക്കെ.
അപ്പൊ വളരെ നന്നായിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാല് ഇത് പ്രത്യേകം കമന്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പം സാറിന്റെ വീട്ടിലെ വൈഫും മോള് കാര്യം പറഞ്ഞു, അവരൊക്കെ എന്താ ചെയ്യുന്നത്? വൈഫ് അടുത്തൊരു ഷോപ്പിൽ വർക്ക് ചെയ്യുന്നു. മകള് ഇപ്പോൾ MBBS 2ാം വർഷം പഠിക്കുന്നു തിരുവനന്തപുരത്ത് മെഡിക്കൽ കോളേജിൽ. ഓക്കെ. വൈഫിന് എന്തെങ്കിലും കാഴ്ചക്ക് പ്രശ്നമില്ല? ഇല്ല, ആർക്കും പ്രശ്നമില്ല. അവരൊക്കെ സൈറ്റഡ് ആണ്. അപ്പം സാറ് സ്കൂളിൽ പഠിച്ചിരുന്ന സമയത്ത് ഇൻസ്ട്രുമെന്റ് ആണ് അല്ല മ്യൂസിക് ആണ് ഏറ്റവും ഇഷ്ടപ്പെട്ട ആ ഒരു ഇതിലാണ് പഠിച്ചതല്ലേ? അപ്പം ഈ മ്യൂസിക്കിന്റെ ഇതിൽ സാറ് വേറെ ജോലിയൊന്നും നോക്കിയിട്ടുണ്ടായിരുന്നില്ലേ? മ്യൂസിക്കിൻ്റെ അങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ നോക്കിയില്ല. കാരണം അതുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ കൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല. പിന്നെ ഈ കോളേജിൽ ഒക്കെ വന്നതിന് ശേഷമാണ്. കോളേജിൽ പഠിച്ചിട്ടുണ്ടോ? ഉണ്ട്, ഞാനിവിടെ യൂണിവേഴ്സിറ്റി കോളേജിലാണ് പഠിച്ചത്, ഡിഗ്രി. അപ്പം സ്കൂൾ കഴിഞ്ഞിട്ട് 7ാം ക്ലാസ് കഴിഞ്ഞ് +2 വരെ പഠിച്ചതിന് ശേഷം കോളേജ്? അതായത് അല്ല, ഞങ്ങൾ പഠിക്കുമ്പോൾ +2 ഇല്ല. ഞങ്ങൾ പഠിക്കുമ്പോൾ 10ാം ക്ലാസ് കഴിഞ്ഞാൽ നേരെ പ്രീ ഡിഗ്രി എന്ന് പറഞ്ഞൊരു കോഴ്സാണ്. +2 പോലെ തന്നെ അത് മാറ്റിയിട്ട് പ്രീ ഡിഗ്രി. അതെ. അതിനുശേഷം അതും കോളേജിൽ തന്നെയാണ് പ്രീ ഡിഗ്രി. ഞാനത് ട്രിവാൻഡ്രം ഗവൺമെൻറ് ആർട്സ് കോളേജ് അവിടെയാണ് പഠിച്ചത്. അപ്പോഴും മുതൽ ഇവിടെ യൂണിവേഴ്സിറ്റി ഹോസ്റ്റലിലാണ് താമസിക്കുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ ഏതാണ്ട് 94ലാണ് ഇവിടെ വരുന്നത്, കോളേജിലേക്ക് വരുന്നത്. അപ്പോൾ അതിന് ശേഷമാണ് ഈ പ്രോഗ്രാമിനൊക്കെ, സ്റ്റേജ് പ്രോഗ്രാമുകൾക്കൊക്കെ നമ്മുടെ സുഹൃത്തുക്കളുമായിട്ടൊക്കെ. അപ്പം ഞാനിവിടെ വന്നപ്പോഴത്തേക്ക് ഞാൻ കീബോർഡ് വായിക്കുമെന്നൊക്കെ എല്ലാവർക്കും അറിയാം. അപ്പോൾ അപ്പോഴുണ്ടായിരുന്ന ഒരു ചെറിയ കീബോർഡാണ്, ഇതുപോലത്തെ ഒരു കുഞ്ഞു കീബോർഡാണ് ഉണ്ടായിരുന്നത് കയ്യിൽ. ഫസ്റ്റ് ഒരു കാഷിയുടെ ഒരു ചെറിയ കീബോർഡാണ്. അപ്പം ആകെപ്പാടെ 99 ടോൺസ് മാത്രം കിട്ടുന്ന ഒരു, അല്ല ആ കാലത്തെന്ന് പറഞ്ഞാൽ അത് അപ്പോഴും പ്രോഗ്രാമുകൾക്ക് ഉപയോഗിക്കുന്നതല്ല, അതൊരു ടോയ് ആയിരുന്നു. എൻ്റെ ബ്രദർ ആ സമയത്ത് ഗൾഫിൽ പോയപ്പോൾ ജസ്റ്റ് എനിക്കിതിനോട് താല്പര്യം ഉള്ളതുകൊണ്ട് പുള്ളി അവിടുന്ന് എവിടുന്ന് കണ്ടപ്പോഴത്തേക്ക് വാങ്ങി കൊണ്ടുവന്നതാണ്. അപ്പം അത് ഉപയോഗിച്ചിട്ട് ഒരുപാട് പ്രോഗ്രാംസ് ആ സമയത്തൊക്കെ ഞങ്ങൾ കുറച്ച് സുഹൃത്തുക്കൾ ചേർന്ന് അങ്ങനെ അവരുടെ നാട്ടിലൊക്കെ പ്രോഗ്രാംസ് പിടിക്കുമായിരുന്നു. അപ്പം ഈ ഭജന, ഭക്തിഗാനമേള, അങ്ങനെ ചെറിയ ക്രിസ്ത്യൻസ് പ്രോഗ്രാംസ്, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് പ്രോഗ്രാംസ് ആ കീബോർഡ് വെച്ച് ഒരു 2 വർഷത്തോളം ഞാൻ ചെയ്തു. പിന്നെ അതിനുശേഷമാണ് ഇങ്ങനെ കീബോർഡ് മാറി മാറി ഒക്കെ വന്നത്. അപ്പം അറിവിൽ നിന്ന് തന്നെയാണ് അറിവ് നേടിക്കൊണ്ടിരുന്നത്? തീർച്ചയായിട്ടും. അപ്പം അങ്ങനെയാണ്. അപ്പം കോളേജിൽ പഠിച്ചു എന്ന് പറഞ്ഞു, ഏത് സബ്ജക്റ്റാണ് പഠിച്ചത്? ഞാൻ പൊളിറ്റിക്സ് ആണ് ഡിഗ്രി. എന്റെ അതേ സബ്ജക്റ്റ്. സാറെങ്കിൽ മുന്നിലോട്ട്, അതായത് ആ ഒരു പഠനമായിട്ട് മുന്നിലോട്ട് പോകാൻ താല്പര്യം ഇല്ലാത്തത് കൊണ്ടാണോ? അല്ല, അത് എനിക്ക് ഡിഗ്രി ഫൈനൽ ടൈമിൽ ചെറിയ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതുകൊണ്ട് പിന്നെ അതങ്ങോട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. പിന്നെ അതിനുശേഷം ഞാനിവിടെ NABയിൽ വന്നു. ഇവിടെ വന്ന് കുറച്ച്, അതിനുശേഷവും ഇവിടെ വന്നും കുറേ തൊഴിലൊക്കെ പഠിച്ചു. കൈത്തൊഴിലുകളൊക്കെ ഇവിടെ ആ സമയത്ത് പഠിപ്പിക്കുന്നുണ്ട്. അപ്പം ഈ ചേർക്കൈനി കസേര വരിയുന്ന പണിയുണ്ട്, അത് പഠിച്ചിട്ടുണ്ട്. മെഴുകുതിരി ഉണ്ടാക്കുന്ന പണിയുണ്ടായിരുന്നു. കാരണം ഇപ്പോൾ അത് അങ്ങനെയില്ല. പണ്ടൊക്കെ ഞങ്ങൾ ഒരുപാട് ചെയ്തിട്ടുണ്ട്, ഒരുപാട് മെഴുകുതിരിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ഇതൊക്കെ തന്നെയാണെങ്കിലും മ്യൂസിക് എന്ന് പറയുന്നത് നമ്മുടെ അന്നും ഇന്നും നമ്മുടെ ലൈഫിന്റെ ഒരു ഭാഗമാണ്. തീർച്ചയായിട്ടും. അപ്പോൾ ഈ മെഴുകുതിരിയൊക്കെ ഉണ്ടാക്കുമെന്ന് പറഞ്ഞു, അപ്പോൾ അതിൻ്റെ ഒരു എക്സ്പീരിയൻസ്, അത് എങ്ങനെയാണ് അറിയാൻ പറ്റുക? എന്തെങ്കിലും അതിലിപ്പം, അതായത് നല്ല ചൂടൊക്കെ ആണല്ലോ, അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ സംഭവിച്ചിട്ട്? യാതൊരു പ്രശ്നമില്ല. കാരണം ഞാനിവിടെ വന്നതിന് ശേഷമാണ്, അന്നൊരു ടീച്ചർ ഉണ്ടായിരുന്നു, ആനി ടീച്ചർ. അപ്പം അവരാണ് ടീച്ചറാണ് നമുക്ക് ഈ ഹോം സയൻസ് എന്ന് പറയുന്നത് അടുക്കളപ്പണി, അതുമാതിരിയുള്ള വീട്ടുപണി, അപ്പം ഈ പാചകം പോലെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ. അപ്പോൾ അതൊക്കെ ടീച്ചറാണ് പഠിപ്പിച്ചത്. അപ്പോൾ അതിലൂടെയാണ് ഗ്യാസ് അടുപ്പ് കത്തിക്കാനും ചായ ഉണ്ടാക്കാനൊക്കെയാണ് ആദ്യം പഠിച്ചത്. അപ്പം ആ ടീച്ചർ തന്നെയാണ് മെഴുകിൻ്റെ ഇതൊക്കെ ജോലിയൊക്കെ പഠിപ്പിച്ചത്. അപ്പം വളരെ ഈസി ആയിട്ട് തന്നെ ഞങ്ങൾ മെഴുക് പാത്രത്തിലെടുക്കാറുണ്ട്. അത് കൊണ്ടുവന്ന് അടുപ്പിൽ വെച്ച് നമുക്ക് കുറച്ച് സമയം കഴിയുമ്പോൾ കട്ടയായിട്ടിരിക്കുന്ന മെഴുക് നല്ല വെള്ളം പോലെ ഉരുകി അതിൻ്റെ ചൂട് എത്രത്തോളമാണെന്ന് നമുക്ക് അറിയാൻ പറ്റും. അതൊക്കെ കൃത്യമായിട്ട് നമുക്ക് അതിനൊരു മോൾഡുണ്ട്. ആ മോൾഡിൽ നൂലൊക്കെ ചുറ്റി അതിന് ഒരു
അതിൻ്റെ ഒരു സെറ്റപ്പ് ഒരു രീതിയുണ്ട്. അപ്പോൾ അത് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് റെഡിയാക്കി വെച്ചിട്ട് ഈ മെഴുക് അതിലേക്ക് ഒഴിച്ച് ഒരു 1-2 മണിക്കൂർ ആകുമ്പോഴത്തേക്ക് തണുപ്പിച്ച് എടുത്ത് മെഴുകുതിരിയാക്കി കട്ട് ചെയ്ത് ഒക്കെ എടുക്കും. ഇതെല്ലാം നമുക്ക് തന്നെ ചെയ്യാൻ പറ്റും. ഇതിന്ന് മനസ്സിലാക്കേണ്ട കാര്യം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. നമ്മൾ സാധാ കളികളല്ല, നമ്മൾ തീയിലും കളിക്കൂല്ലേ സാറേ? നമ്മളെല്ലാത്തിനും തീയിൽ കളിക്കും, കറണ്ടിൽ കളിക്കാറുണ്ട്. ഇപ്പൊ എൻ്റെ വീട്ടില് ഞങ്ങൾ വാങ്ങിയൊരു ചെറിയ വീടാണ്. അപ്പോൾ അന്ന് അതിനകത്ത് കുറച്ച് പഴയ വയറിംഗ് ആയിരുന്നു, പഴയ സ്വിച്ചും കാര്യങ്ങളൊക്കെയാണ്. അപ്പം മുമ്പ് തന്നെ എനിക്കിതിലും കുറച്ച് താല്പര്യം ഉണ്ടായിരുന്നു. അപ്പം ഇലക്ട്രീഷ്യൻ എനിക്കും അല്പം താല്പര്യമുള്ള അങ്ങനെ അതും നമ്മുടെ ഈ ചെറുപ്പകാലത്ത് നമ്മൾ ആരെങ്കിലുമൊക്കെ ചെയ്ത് കണ്ട് പഠിക്കുന്നതാണ് നമുക്ക് ആ ഒരു ഇൻട്രസ്റ്റിലേക്ക് പോകുന്നത്. പണ്ട് എൻ്റെ ബ്രദറൊക്കെ ചെയ്യുന്നത് ഞാൻ കണ്ട് പഠിച്ചിട്ടുണ്ട്. കണ്ട് അവർ ചെയ്യുന്നത് അപ്പോഴേ നമുക്ക് പിന്നെ ആ ഒരു ഇൻട്രസ്റ്റ് വരാൻ കാര്യം പുള്ളി ഇന്നതുപോലൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ എന്നെ കാണിച്ചും തരുമായിരുന്നു. അപ്പം അങ്ങനെ കാണിച്ചു തരുമ്പോഴത്തേക്കും നമുക്ക് അതിനോട് കൂടുതൽ ഇൻട്രസ്റ്റ് വരും. അപ്പം അങ്ങനെ വന്നിട്ട് ഈ പണിയൊക്കെ എൻ്റെ വീട്ടിലെ ഇലക്ട്രിക് സംബന്ധമായിട്ടുള്ള ഏറെക്കുറെ എല്ലാ പണിയും ഇപ്പം മെയിൻ സ്വിച്ച് മുതൽ പുറത്തോട്ടുള്ളത് മാത്രം ചിലപ്പോൾ നമുക്ക് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. എങ്കിലും നമുക്ക് ചെയ്യാൻ കഴിയുന്നതിൻ്റെ പരമാവധി നമുക്ക് ചെയ്യാൻ കഴിയും. കാരണം പുറത്തുനിന്ന് ഒരാളിനെ വിളിക്കുമ്പോൾ നമ്മൾ അതിൻ്റെതായിട്ടുള്ള അവർക്ക് ചാർജ് കൊടുക്കണം, മറ്റു കാര്യങ്ങളൊക്കെ കൊടുക്കണം. ഇത് നമ്മൾ കുറച്ച് കൂടുതൽ സമയം എടുക്കുമായിരിക്കും. എങ്കിലും നമ്മളുടെ വീട്ടിലെ ഏറെക്കുറെ എല്ലാ ജോലിയും നമുക്ക് വളരെ ഈസിയായിട്ട് ചെയ്യാൻ കഴിയും. നമുക്ക് ഞാൻ എല്ലാവരോടും പറയുന്നത് ഇത്രയേ ഉള്ളൂ. നമുക്ക് കാഴ്ചയ്ക്ക് കണ്ണിന് മാത്രമേ പ്രശ്നമുള്ളൂ, അല്ലാതെ നമ്മുടെ യാതൊരു അവയവങ്ങൾക്കും വേറെ പ്രശ്നമൊന്നുമില്ല. നമുക്ക് ദൈവം ഭാഗ്യത്തിന് ആരോഗ്യം തന്നിട്ടുണ്ട്. ഈ ആരോഗ്യം ഉപയോഗിച്ച് നമുക്ക് കാഴ്ചയ്ക്ക് മാത്രമേ ബുദ്ധിമുട്ടൂ. കാഴ്ചയ്ക്ക് ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മൾ വെറുതെ ഇരിക്കാൻ പാടില്ല. ഒരുപാട് സുഹൃത്തുക്കൾ അങ്ങനെ വെറുതെ ഇരിക്കാറുണ്ട്. നമ്മൾ പലരോടും പറഞ്ഞു കൊടുക്കാറുണ്ട്. പിന്നെ എല്ലാവരുടെയും കഴിവ് ഒരുപോലെയല്ല. എങ്കിലും നമ്മളുടെ മൈൻഡിലെ ഒരു പവർ ഉണ്ട്. ആ പവർ കൊടുത്ത് നമുക്ക് ഇത് ചെയ്യാൻ കഴിയും അല്ലെങ്കിൽ ചെയ്യണം എന്ന് നമ്മളൊന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മളത് ചെയ്യും. അതാണ് ഇതിന് മനസ്സിലാക്കേണ്ട കാര്യം. നമ്മൾ എല്ലാവരും മനസ്സിലാക്കേണ്ട കാര്യമാണ് സാറിപ്പോൾ പറഞ്ഞതെന്ന് പറഞ്ഞാൽ. നമ്മുടെ വീഡിയോയിൽ ചിലപ്പോൾ ഏറ്റവും മെയിനായിട്ട് നിൽക്കേണ്ട കാര്യമാണത്. നമ്മൾ കാഴ്ച പരിമിതിയുള്ളവരെ കാണുമ്പോൾ അവരെങ്ങനെ മാറ്റി നിർത്തുക, അല്ലെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ള ഒരു ഇതിൽ കാണുന്ന ഒരു ഇതുണ്ട്. അത് കുറച്ച് പേര് അങ്ങനെ ഉണ്ടാവും. കാരണം സാറ് പറഞ്ഞ പോലെ തന്നെ കുറേ മടിയൊക്കെ വെച്ചിട്ട് വീട്ടിലിരിക്കുക, ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് സ്വയം പറഞ്ഞുകൊണ്ട് വീട്ടിലിരിക്കുക, അങ്ങനെയൊക്കെ ഉള്ളവരാണ് അങ്ങനെ. പിന്നെ അവരും മാറി വരണം. ബ്ലൈൻഡ്സ് ആയിട്ടുള്ള ഒരു വീഡിയോ കാണുവാണെങ്കിൽ ഇപ്പോൾ നമ്മളെക്കാൾ ഒരുപാട് പ്രായമുള്ളതാണ്. ഞാൻ സാറിനൊരു തമാശയ്ക്കും പറയാറുണ്ട്, എൻ്റെ പപ്പയുടെ പ്രായമുണ്ട്. അപ്പോൾ ആ ഒരു ഇത് വെച്ചിട്ട് അവർക്ക് അത്ര എക്സ്പീരിയൻസ് ഉണ്ട്. നമ്മൾ ഇന്ന് കാണുന്നത് പോലെയല്ല അവർ അന്ന് കാണുന്നത്. ഇന്നൊക്കെ ആണെങ്കിൽ നമ്മുടെ കയ്യിൽ ടെക്നോളജി ഇത്രയും വളർന്നു, നമുക്ക് ആക്സസ് ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ്. അന്നുള്ള അവരുടെ ഇതിലൊക്കെ ഭയങ്കര പാടായിരിക്കും പല കാര്യങ്ങൾ അറിയാനും എല്ലാത്തിനും. അപ്പം അത്ര എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ടാണ് പറയുന്നത്. നമ്മൾ ഒന്നിനും നമ്മൾ പുറകിലോട്ടല്ല. ചില കാര്യങ്ങൾക്ക് നമ്മൾ ചിലപ്പോൾ പുറകിലോട്ട് വരേണ്ടി വരും. എങ്കിലും സാധാരണ ആളുകളെ പോലെ തന്നെയാണ് നമ്മളെപ്പോഴും എല്ലാവരും ഒരേപോലെയാണെന്ന് എല്ലാവരും തന്നെ ചിന്തിക്കുക. നമുക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാനുള്ള കഴിയും. ഇപ്പം ഉദാഹരണത്തിന് നമുക്ക് വാഹനങ്ങൾ ഓടിക്കാൻ കഴിയുന്നില്ല. പക്ഷേ വാഹനങ്ങൾ ഓടിക്കാൻ കഴിയുന്നില്ലെങ്കിലും അതിൻ്റെ മെത്തേഡുകളൊക്കെ നമുക്ക് പഠിക്കാൻ സാധിക്കും. ഒരു വണ്ടി എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം, അത് ഓടിക്കുമ്പോൾ ഏതൊക്കെ സ്ഥലങ്ങളിൽ ഏതൊക്കെ ഗിയർ മാറണം, ഇതെല്ലാം നമുക്ക് നമ്മുടെ ഐഡിയയിൽ നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും. വേണമെങ്കിൽ നമ്മുടെ കൂടെ ഇരുന്ന് വണ്ടി ഓടിക്കുന്ന ഒരാൾക്ക് നമുക്കറിയാവുന്ന രീതിയിൽ സപ്പോർട്ട് കൊടുക്കാൻ നമുക്ക് ചെയ്യാൻ കഴിയില്ലെങ്കിലും നമുക്കത് പറഞ്ഞ് സപ്പോർട്ട് കൊടുക്കാൻ സാധിക്കും. പിന്നെ എനിക്ക് വേറൊരു കാര്യം, ഇത് നമ്മുടെ കാഴ്ച ഇല്ലാത്ത സുഹൃത്തുക്കളോടല്ല, അവരെ കെയർ ചെയ്യുന്ന അവരുടെ പാരൻസിനോടാണ് ഏറ്റവും കൂടുതലായിട്ട് പറയാനുള്ളത്. കാരണം ഇതൊരു വിഷമമായിട്ട് ആരും എടുക്കരുത്. കാരണം വെച്ചാൽ ഇങ്ങനെയുള്ള കുട്ടികൾക്ക് നമുക്ക് കെയർ കൊടുക്കണം അങ്ങനെ തന്നെയാണ്. പക്ഷേ ഈ കെയർ അങ്ങോട്ട് ഓവർ കെയർ ആകരുത്. ഓവർ കെയർ ആകുമ്പോൾ സംഭവിക്കുന്നത് പല കുട്ടികളും ഒരു കാര്യവും കുട്ടികളെ കൊണ്ട് ചെയ്യിക്കാതെ ഈ പാരൻസ് ചെയ്തു കൊടുക്കും. അപ്പോൾ ഈ പാരൻസ് ഒന്നും ഓർക്കേണ്ടത്, ഈ പാരൻസിൻ്റെയൊക്കെ കാലം കഴിയുമ്പോൾ ഈ കുട്ടികൾ എങ്ങനെ ആയിരിക്കുമെന്ന് അവർക്കാരുണ്ട്. പല പാരൻസും അല്ലെങ്കിലും ചോദിക്കാറുണ്ട്, ഇവർക്കാരുണ്ട് എന്ന് ചോദിക്കാറുണ്ട്. പക്ഷേ ആ ചോദ്യം പല കാര്യങ്ങളിലും അതൊന്ന് മാറ്റി ചിന്തിക്കണം. കാരണം ഈ കുട്ടികളെ കൊണ്ട് തന്നെ ചെറുപ്പം മുതലേ എല്ലാ കാര്യങ്ങളും പരിശീലിപ്പിക്കണം. അങ്ങനെ പരിശീലിപ്പിക്കുമ്പോൾ മാത്രമേ, കാരണം എല്ലാ കാര്യങ്ങളും അങ്ങനെ ചെയ്തു കൊടുത്തു കഴിയുമ്പോൾ എന്നും ചെയ്തു കൊടുക്കേണ്ടി വരും. തീർച്ചയായിട്ടും പാരൻസിൻ്റെ കാലം കഴിഞ്ഞാൽ ഇവരാരും നോക്കും.
ആ സമയത്ത് ഇവർക്ക് ആരും കാണില്ല. അപ്പോഴാണ് ഇതിന്റെ ബുദ്ധിമുട്ട് വരാൻ. അത് മാത്രമല്ല, പേരൻസ് ഇല്ലാതെ ഇവർക്കൊന്ന് വെളിയിലോട്ട് ഇറങ്ങുക നടക്കുന്ന കാര്യമല്ല. അതൊക്കെ അത് മാറ്റിയെടുക്കേണ്ട കാലം കഴിഞ്ഞു. ഇപ്പൊ ഞാനൊക്കെ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയം, അതായത് ഹൈസ്കൂളിൽ പഠിക്കുന്ന സമയം വരെ ആയിരുന്നു എൻ്റെ പാരൻസൊക്കെ എന്നെ കൊണ്ടുവിടുന്നത്. ട്രിവാൻഡ്രത്തും ആദ്യമായിട്ട് കൊണ്ടാക്കി. പിന്നെ എൻ്റെ ഒരു സുഹൃത്തിനെയാണ് അവർ ആദ്യം ഏൽപ്പിച്ചത് എന്നെ വീട്ടിൽ കൊണ്ടാക്കാനൊക്കെ. അത് ക്രമേണ ഞാനങ്ങോട്ട് എനിക്ക് തന്നെ മാറ്റിയെടുത്ത് എനിക്ക് തനിയെ പോകാൻ കഴിയുന്ന ഒരിക്കലും ഞാൻ തനിയെ വീട്ടിൽ പോയി. അപ്പൊ തനിയെ യാത്ര ചെയ്യുന്നതൊക്കെ എങ്ങനെയാണ്? എന്റെ വ്യൂസിനൊക്കെ കുറെ ഞാനിങ്ങനെ ആയതുകൊണ്ട് അവർക്ക് അറിയാമായിരിക്കും, എങ്കിലും സാറിന്റെ ഒരു ഞാൻ മസ്റ്റായിട്ട് വാക്കിംഗ് സ്റ്റിക്ക് ഉപയോഗിക്കാറുണ്ട്. അത് മസ്റ്റാണ്. കാരണം എവിടെ പോകണമെങ്കിലും വാക്കിംഗ് സ്റ്റിക്ക് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ, കാരണം നമ്മൾ ഏറ്റവും ബഹുമാനിക്കേണ്ടതും ആദരിക്കേണ്ടതുമായിട്ടുള്ളൊരു സാധനം നമ്മുടെ വാക്കിംഗ് സ്റ്റിക്കിനെ തന്നെയാണ്. കാരണം നമ്മളുടെ മുമ്പിൽ നടന്ന് നമ്മുടെ വഴി കാട്ടിത്തരുന്നൊരു സാധനമാണിത്. നമ്മുടെ പുറകിലല്ല അത് വരുന്നത്, നമ്മുടെ മുമ്പിലാണ്. നമ്മളെക്കാളും മുമ്പിൽ അത് പോയി നമ്മുടെ മുമ്പിൽ എന്തെങ്കിലും തടസ്സങ്ങളുണ്ടോ എന്നൊക്കെ നോക്കി നമ്മളെ മുമ്പോട്ട് നടത്തുന്നൊരു സാധനമാണ്. നമ്മുടെ കൈ ചലിപ്പിക്കുന്നു എങ്കിലും അതാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. ഈ സാധനം ഒരിക്കലും നമ്മൾ അവഗണിക്കാൻ പാടില്ല. ഇതിനെ നമ്മൾ എപ്പോഴും ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യണം. ഞാൻ അങ്ങനെ ചെയ്യുന്നുണ്ട്. കാരണം നമ്മളൊക്കെ അങ്ങനെയാണത്. പിന്നെ വാക്കിംഗ് സ്റ്റിക്ക് ഉപയോഗിച്ച് തന്നെയാണ് ഞാൻ എല്ലായിടത്തും പോകുന്നത്. പിന്നെ പ്രോഗ്രാംസിനൊക്കെ പോകുന്നത് ഞാൻ ഏറെക്കുറെ ബസ്സിലും ട്രെയിനിലും ഒക്കെ തന്നെയാണ് പോകുന്നത്. ഞാൻ കണ്ടല്ലോ സാറിലൊരു യമഹയുടെ വലിയ യമണ്ട കീബോർഡാണ് ഇരിക്കുന്നത്. അപ്പൊ ഞാൻ ഒരിക്കൽ തിരുവനന്തപുരത്ത് എന്തോരത്തായിട്ട് വന്നപ്പോ സാറ് സ്റ്റാൻഡിലാണെന്ന് തോന്നുന്നല്ലേ, സ്റ്റാൻഡിൽ ഇറങ്ങി കീബോർഡ് ഉണ്ട്, സ്റ്റാൻഡ് ഉണ്ട്, എന്റെ ലഗേജ് ഉണ്ട്. എല്ലാവരും ശ്രദ്ധിക്കും. ഇതെല്ലാം വലിയ കീബോർഡാണ്, നോർമൽ കീബോർഡ് അല്ല, പ്രൊഫഷണൽ യമഹയുടെ വലിയ കീബോർഡാണ്. എനിക്ക് തോന്നുന്നു ഒരു 10-50 കിലോ അത് അടുപ്പിച്ച് കാണും. ആ ഒരു കീബോർഡ് ഉണ്ട്, കീബോർഡിന്റെ സ്റ്റാൻഡ് ഉണ്ട്, അതിന്റെ കൂടെ വലിയൊരു ലഗേജും, പിന്നെ കയ്യിലൊരു ചെയിനും. ഇതുമായിട്ട് സൈസാർ അവിടെ നിൽക്കുവാണ്. പിന്നെ നമ്മൾ അന്ന് കുറെ സംസാരിച്ചു. പിന്നെ ട്രെയിനിലൊക്കെ എനിക്ക് കയറ്റി വിടാൻ വേണ്ടി പറ്റി. എനിക്ക് ഞാൻ സാറിന് അതിൻ്റെ ഒരു സഹായം വേണ്ട, ഹെൽപ്പ് വേണ്ട, സാറ് പോവും, എങ്കിലും നമുക്കതൊരു സന്തോഷം. നമ്മളെ കൊണ്ട് ഒരാളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റൂല, അത് അങ്ങനെ. അപ്പൊ അന്ന് തൃശ്ശൂർ എന്തോ പ്രോഗ്രാം, അത്യാവശ്യം പ്രോഗ്രാം ഒക്കെ ഉണ്ടല്ലേ? പ്രോഗ്രാം ഇടയ്ക്കൊക്കെ ഉണ്ട്. ഇപ്പം മൊത്തത്തിൽ എല്ലാവർക്കും കുറവാണ്, അതുപോലെ നമുക്കും പ്രോഗ്രാംസ് കുറവാണ്. ഈ കൊറോണ കഴിഞ്ഞ ശേഷമാണ് ഈ ഒരു കൊറോണ കഴിഞ്ഞ ശേഷം എല്ലാവർക്കും മെയിനായിട്ട് ടീച്ചിങ് ചെയ്യാനാണ് നോക്കുന്നത്. അതെ ഞാൻ ക്ലാസ് എടുക്കുന്നുണ്ട്, പുറത്ത് ക്ലാസ് എടുക്കുന്നുണ്ട്, ഇടയ്ക്ക് ചില കുട്ടികൾക്കൊക്കെ എടുക്കുന്നുണ്ട്. കൊറോണ സമയത്ത് കുറേ ഓൺലൈൻ ക്ലാസ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പൊ പിന്നെ ഓൺലൈൻ ക്ലാസിന്റെ ആവശ്യമില്ല. എന്നെ പഠിപ്പിച്ച സാറാണ്. അപ്പൊ എന്തായാലും അങ്ങനെ പറയാൻ സാർ, എന്നെ പറ്റി ഒരു അഭിപ്രായം പറയാം സാറേ, പഠിപ്പിച്ച ഒരു ഇത് വെച്ചിട്ട്. തീർച്ചയായിട്ടും അജീഷിനെ ഞാൻ 6 മാസം ഇവിടെ പഠിപ്പിച്ചിട്ടുണ്ട്. കാരണം ആദ്യം ഇവിടെ വരുമ്പോൾ അജീഷിന് ഭയങ്കര ഷൈ ആയിരുന്നു എല്ലാ കാര്യത്തിനും. എന്ന് വെച്ചാൽ പഠിക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ, ഒരു കാര്യം പെർഫോം ചെയ്യാനൊക്കെ കുറച്ച് ഷൈ ആയിരുന്നു. പ്രത്യേകിച്ച് നമുക്കിവിടെ ഇംഗ്ലീഷ് സ്പീക്കിംഗ് കോഴ്സൊക്കെ ഉണ്ട്. ആദ്യം സാറിന് അയച്ച മെസ്സേജ്, സാർ ഇംഗ്ലീഷിലാണോ ക്ലാസ്, എങ്കിൽ ഞാൻ വരുന്നില്ല. അതെ അതിനുശേഷം ഇവിടെ വന്ന് ആദ്യത്തെ ദിവസം തന്നെ അതുകൊണ്ട് അജീഷിനെ കൊണ്ട് ഞങ്ങളൊരു ഇംഗ്ലീഷിൽ കഥ പറയിച്ചു. അതാണ് അജീഷിന് ആദ്യം കിട്ടിയ ടാസ്ക്. ഇപ്പോഴും അജീഷിന് അത് ഓർമ്മയുണ്ട്. ടോപ്പിക് പിന്നെ പറയാതിരിക്കുന്നതാണ് നല്ലത്. ആന പാചകം ചെയ്യുന്ന കഥയായിരുന്നു. എന്തായിരുന്നാലും അജീഷിനെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അത് അജീഷിന് വളരെ അത് പോസിറ്റീവായിട്ട് തന്നെ പറഞ്ഞു. അതാണ് ഇപ്പം നമ്മളെ കൊണ്ട് അവിടെയും ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെയാണ്, നമ്മളെ കൊണ്ട് കഴിയില്ല എന്നുള്ള കാര്യം നമ്മൾ കഴിയും എന്ന് മറ്റുള്ളവർക്ക് മുമ്പ് തെളിയിക്കണം. അത് അജീഷ് അവിടെ തെളിയിച്ചു. അതാണ്. പിന്നെ എല്ലാ കാര്യത്തിലും കാരണം ഇവിടെ 6-7ഓളം സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു നമുക്ക്. അതിൽ എല്ലാവർക്കും നേതൃത്വം കൊടുത്ത് എല്ലാ കാര്യങ്ങൾക്കും മുമ്പിൽ നിൽക്കുന്ന അജീഷ് തന്നെയായിരുന്നു. അപ്പം അങ്ങനെയൊക്കെയാണ് സാറിന് എന്നെ പറ്റിയുള്ള അഭിപ്രായം. എന്നെ പറ്റി നെഗറ്റീവായിട്ടൊന്നും പറയാനില്ലേ? നെഗറ്റീവായിട്ട് ഞാൻ പറയണോ? സാറിന്റെ അടുത്ത് എപ്പോഴും പറയാറുണ്ട് നെഗറ്റീവായിട്ട് ഒരു ചിന്തകള് അല്പം കൂടുതലാണ്. അജീഷ് പെട്ടെന്ന് നെർവസ് ആവും ചില സമയത്ത്. അത് എന്താണെന്ന് അറിയില്ല, എന്നെ പറ്റി ഒരാളിങ്ങനെ അജീഷ് എന്നിങ്ങനെ സീരിയസ് ആയിട്ട് വിളിക്കുന്ന, എനിക്ക് എന്നെ അങ്ങനെ വിളിക്കുന്ന തോന്നില്ല. അയ്യോ എന്നെ പറ്റി എന്തെങ്കിലും പ്രശ്നമാണോ, എന്തെങ്കിലുമാണ്, ഞാൻ അങ്ങനെ ചിന്തിച്ചു. അപ്പം അങ്ങനെ എൻ്റെ സാർ എപ്പോഴും പറയാറുണ്ട്. എന്തായാലും ഇവിടെ വന്നതിൽ തന്നെയാണ് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുക. ഞാൻ ഈ പറഞ്ഞ പോലെ ഒരുപാട് പേടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും നമ്മുടെ വിഷയം അങ്ങോട്ട് മാറ്റിവിടാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് ഇങ്ങോട്ട് തന്നെ വരാം. അപ്പം അങ്ങനെയൊക്കെയാണ്. മ്യൂസിക് പിന്നെ സ്കൂളിൽ നിന്ന് പഠിച്ചു, പിന്നെ അങ്ങോട്ട് പോയി കോളേജ് ഫുള്ളാക്കാൻ പറ്റിയില്ല അല്ലേ? അത് ഡിഗ്രി ഫൈനൽ ഇയർ ജസ്റ്റ് ഒന്ന് ഡ്രോപ്പായി. പിന്നെ അതിനുശേഷം ഇവിടെ നെവിൽ വന്നു. അതിന് പുറമെ പ്രോഗ്രാംസ് ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെയൊക്കെ അങ്ങോട്ട് പോയി. മെയിനായിട്ട് മ്യൂസിക്കും ടീച്ചിങ്ങും ആണ്. അതെ. അപ്പോൾ ഒരുപാട് കുട്ടികളെ പഠിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും ഒരുപാട് കുട്ടികളെ പഠിപ്പിക്കാൻ കഴിഞ്ഞു. ഒരുപാട് കുട്ടികളെ പഠിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അവരെ നല്ലൊരു നിലയിലോട്ട്
തീർച്ചയായിട്ടും ഞാൻ പഠിപ്പിച്ച ഒരുപാട് പേര് ഇപ്പോൾ ഗവൺമെന്റ് ജോലി നല്ല സാലറി വാങ്ങി. നമ്മൾ ഇവിടെ പഠിച്ച കുട്ടിക്ക് ഒരു ജോലി കിട്ടിയല്ലോ. അതെ 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 അതെ. നമ്മുടെ കൂടെ പഠിച്ച കുട്ടിക്ക് ജോലി കിട്ടി. പിന്നെ വീട്ടിൽ തന്നെ പഠിക്കാൻ താല്പര്യം ഇല്ലാതെ ഇരുന്നവർക്ക് പഠിക്കാൻ തോന്നി, ഇപ്പൊ കോളേജിൽ പോയി, അങ്ങനെ കുറെ കാര്യങ്ങൾ. അപ്പം നോക്കാം. മ്യൂസിക്കിൽ ഇനി സാർ ഡിവോഷണൽ സോങ്സ് വായിക്കാറുണ്ടോ? ഉണ്ട്, തീർച്ചയായിട്ടും. ഞാൻ എല്ലാത്തരം പ്രോഗ്രാംസിനും പോകാറുണ്ട്. എല്ലാ പ്രോഗ്രാംസിനും പോകുന്നുണ്ട്. എങ്ങനെ പല സ്റ്റൈലിലും പല ഇൻസ്ട്രുമെന്റ് വായിച്ചിട്ടുണ്ട്. ഞാൻ തുടക്കത്തിൽ ഹാർമോണിയം അത് ഞാൻ ചോദിക്കാൻ പറഞ്ഞു. സാർ ഏതൊക്കെ തരം ഇൻസ്ട്രുമെന്റാ വായിക്കുന്നത്? സ്കൂളിൽ പഠിക്കുമ്പോൾ ഞാൻ അറിയില്ല, ഇവർക്കൊന്ന് പറഞ്ഞു കൊടുക്കും. സ്കൂളിൽ പഠിക്കുമ്പോൾ ഞാൻ ആദ്യം ഹാർമോണിയമാണ് വായിച്ചുകൊണ്ടിരുന്നത്. പിന്നെ ഇവിടെ ട്രിവാൻഡ്രത്ത് വന്ന ശേഷം പ്രോഗ്രാമിനൊക്കെ പോയി നമ്മുടെ പല ഇൻസ്ട്രുമെന്റ് വായിക്കുന്ന സുഹൃത്തുക്കളുണ്ട്. അവരുമായിട്ടൊക്കെ കോണ്ടാക്ട് ചെയ്ത് പരിചയക്കാരെ കിട്ടി. അതുകൊണ്ട് പല ഇൻസ്ട്രുമെന്റും കുറച്ചുകൂടെ കാര്യമായിട്ടൊക്കെ പഠിക്കാൻ പറ്റി. അങ്ങനെ പല വേദികളിലും ഇപ്പം ചിലപ്പോൾ കീബോർഡ് കൊണ്ടുപോകും, തബല വായിച്ചിട്ടുണ്ട്, റിതം പാഡ് വായിച്ചിട്ടുണ്ട്, അതെ അജീഷിന്റെ ഡ്രം വായിച്ചിട്ടുണ്ട്. അങ്ങനെ പല ഇൻസ്ട്രുമെന്റും പല സ്റ്റേജിലും. അതെ അതെ. മെലോഡിക്ക ഞാൻ ഒരു 4-5 വർഷം കൊണ്ടാണ് മെലോഡിക്ക. കാരണം ഒരു സ്റ്റേജ് ഷോയ്ക്കൊക്കെ വേണ്ടിയിട്ട് പലരും ചെയ്യുന്നത് കണ്ടിട്ട് ആ ഒരു ഇൻസ്പിറേഷൻ ഉൾക്കൊണ്ടുകൊണ്ടാണ് ഇത് ഞാൻ വാങ്ങിയത്. പക്ഷെ സാറിന് വേറെ സാർ കൂടുതലും പഴയ പാട്ടുകളാണ് ഫോക്കസ് ചെയ്യുന്നത്. നമുക്ക് വായിക്കാൻ കുറച്ചുകൂടി ഫെമിലിയർ ആയിട്ട് കുറെ പഴയ പാട്ടുകൾ തന്നെയാണ് ഇപ്പൊ ജനപ്രിയമായിട്ടുള്ള ഉണ്ട്. ഇപ്പൊ പുതിയ പാട്ടുകൾ ചിലതൊക്കെ നമുക്ക് വായിക്കാൻ കഴിയുമെങ്കിലും നമുക്ക് കുറച്ച് നന്നായിട്ട് വായിക്കാൻ കുറച്ചുകൂടി നമുക്കൊരു ഉണ്ട്. അതൊക്കെ അത് തീർച്ചയായിട്ടും നമ്മൾ നോക്കും. കാരണം ഒരു സ്റ്റേജിൽ പോകുമ്പോൾ നമ്മൾ ആദ്യം ആ സ്റ്റേജിന്റെ ഒരു വ്യൂ ആണല്ലോ ആദ്യം നോക്കുന്നത്. അത് ഉൾക്കൊണ്ടുകൊണ്ടായിരിക്കും നമ്മൾ അവിടെ ഇത് ചെയ്യുന്നത്, പ്രോഗ്രാം ചെയ്യുന്നത്. നമുക്കൊരു പാട്ട് കേൾപ്പിച്ചാലോ? തീർച്ചയായിട്ടും. ഡിവോഷണൽ സോങ്സ് ആണ്. ഒരു ക്രിസ്ത്യൻ സോങ് വായിക്കാം അല്ലേ? ഒരു ഐഡിയ ഇല്ലല്ലേ ശരിക്കും പാട്ടുകൾ വായിക്കുന്നോണ്ടാ? ഉണ്ട്, നമുക്ക് ചിലപ്പോൾ പെട്ടെന്ന് ആ ഒരു കിട്ടിക്കൊള്ളുന്നില്ല. ഓക്കെ ഓക്കെ. ഈ പാട്ട് പണ്ട് ഞങ്ങൾ ഈ ക്രിസ്ത്യൻ ഡിവോഷനിൽ പോകുമ്പോൾ ഒരു കുട്ടി ഒരു സോളോ പാടുന്നൊരു പാട്ടായിരുന്നു. യേശുവെ ഞാൻ, പാട്ടിന്റെ ലിറിക്സ് ഒക്കെ കൃത്യം ഓർമ്മയില്ല. നല്ലൊരു പാട്ടായിരുന്നു. അതെ അതെ. ഞാൻ അത് ഇങ്ങനെ നന്നായിട്ട് ശ്രദ്ധിച്ചു നോക്കി. ഞാൻ ചെറുതായിട്ട് പാട്ടും പാടുന്നോണ്ട് ഞാൻ കേട്ടിട്ടില്ലല്ലോ. ഞാൻ നന്നായിട്ട് ശ്രദ്ധിച്ചു നോക്കി. ഞാൻ പിന്നെ ചിന്തിച്ചു ഇതിന് ബീജിയം ആയിരിക്കും എന്നുള്ളത്. അപ്പം എന്തായാലും നന്നായിട്ടുണ്ട്, വായിക്കുന്നതൊക്കെ നന്നായിട്ടുണ്ട്. അപ്പം ഇതിലെങ്ങനെ നമ്മൾ നല്ല പ്രഷർ കൊടുത്താണോ വായിക്കുന്നത്? അല്ല, അധികം പ്രഷർ കൊടുക്കേണ്ട കാര്യമില്ല. നമ്മൾ ജസ്റ്റ് ലൈറ്റായിട്ട് നമ്മൾ വിൻഡ് കൊടുത്താൽ മതിയാവും. ആ ഒരു ദിവസം പിന്നെ ലൈറ്റായിട്ട് പിന്നെ നമ്മൾ ഈ ഫ്ലൂട്ടൊക്കെ വായിക്കുന്നവർ ചെയ്യുന്ന പോലെ ഈ വൈബ്രേറ്റ് മോഡ് അതൊക്കെ നമുക്ക് നമ്മുടെ മൗത്ത് കൊണ്ട് കുറച്ച് ചെയ്യുന്നതിന്റെ ഒരു വേരിയേഷൻ നമ്മൾ ഈ എയർ കൊടുക്കുന്ന വേരിയേഷൻ, പിന്നെ നമ്മുടെ മൗത്ത് കൊണ്ട് കുറച്ച് കുഞ്ഞു കുഞ്ഞു ടെക്നിക്സ് നമ്മൾ ഉപയോഗിക്കുമ്പോൾ അതിനനുസരിച്ച് ആ ടോൺ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. ഓക്കെ. അപ്പം പിന്നെ കേരളത്തിലാണോ സാർ കൂടുതലും പ്രോഗ്രാം ചെയ്യുന്നത്? കേരളത്തിന് വെളിയിലോട്ട്? കേരളത്തിന് പുറത്ത് ഞങ്ങൾ 2006 ഞങ്ങൾക്ക് ഇവിടെ പട്ടത്ത് വോയിസ് ഓഫ് ദി ബ്ലൈൻഡ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഒരു ടീം ഉണ്ടായിരുന്നു. നമ്മുടെ ഒരു ചേട്ടനാണ്, ജെയിംസ് ചേട്ടൻ എന്ന് പറഞ്ഞിട്ട്. പുള്ളി കാഴ്ച ഇല്ലാത്ത ആളാണ്. അപ്പം പുള്ളിയുടെ കെയർ ഓഫിൽ ആ ഒരു ടീമിൽ ഞാനൊരു ഇപ്പോഴും ആ ടീമിൽ വർക്ക് ചെയ്യുന്നുണ്ട്. പ്രോഗ്രാം ഉള്ളപ്പോൾ പോകാറുണ്ട്. ഏതാണ്ട് 2000 മുതൽ ഞങ്ങൾ ആ ടീമോട്ട് ഞാൻ സഹകരിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഞങ്ങളുടെ ഒരു ടി വിയിലെ ഒരു പ്രോഗ്രാം കണ്ടിട്ട് ഞങ്ങൾക്ക് ഖത്തറിൽ അവിടുത്തെ മലയാളി അസോസിയേഷൻ്റെ കെയർ ഓഫിലൊരു പ്രോഗ്രാം അവതരിപ്പിക്കാനുള്ളൊരു അവസരം കിട്ടി. 2006 ഡിസംബറിലായിരുന്നു അത്. അപ്പോൾ അങ്ങനെ ഗൾഫിലേക്ക് പോകാൻ പറ്റി. കേരളത്തിലല്ല, ഇന്ത്യയിലും അല്ല, പുറത്താണ്. വൺ ഡേ പ്രോഗ്രാം ആണെങ്കിലും ആണെങ്കിൽ പോലും നമ്മളെ സംബന്ധിച്ച് ഏറ്റവും വലിയൊരു സന്തോഷം, വലിയൊരു ഭാഗ്യമുള്ളൊരു ഇതാണ്. കാരണം നോർമലായിട്ടുള്ള ആൾക്കാർ ഗൾഫിൽ പോകുന്നുള്ള നമുക്ക് എപ്പോഴും പോകാൻ കഴിയില്ല. അപ്പം നമുക്കതൊരു വളരെ സന്തോഷമാണ്. ഇപ്പോഴും സന്തോഷം തന്നെയാണത്. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ടിവിയുടെ കാര്യം പറഞ്ഞപ്പോൾ
ഇന്നാൾ അഭിനയിച്ച സിനിമയൊക്കെ എന്തായി? അതിൻ്റെ ഷൂട്ട് കഴിഞ്ഞിട്ടേ ഉള്ളൂ. അത് ഫെബ്രുവരിയിലോ മറ്റോ ആണത് ഇറങ്ങുന്നതെന്നാണ് തോന്നുന്നത്. ഓക്കെ, അതിലും പാട്ടാണ് ചെയ്തിരിക്കുന്നത്. അതിലൊരു സോങ് സീനിൽ ഞങ്ങൾ 4 പേരായിരുന്നു. അപ്പം യഥാർത്ഥത്തിൽ ഞാൻ എൻ്റെ കീബോർഡ് കൊണ്ടാണ് പോയത്. അപ്പോൾ കീബോർഡ് ചെയ്യാനാണ് പോയത്. പക്ഷെ അവിടെ വന്ന് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊന്ന് ചേഞ്ച് ചെയ്ത് എനിക്ക് പാട്ടിൻ്റെ സീനാണ്. പാട്ടാണ് മൈക്ക് കൈ പിടിച്ച് പാടുന്നത് കിട്ടിയത്. അത് കൊള്ളാം. അപ്പൊ പോയ എല്ലാവരും പ്ലെയിൻസ് ആയിരുന്നു? അതെ അതെ അതെ. ഓ, അപ്പൊ പാട്ടിന്റെ കാര്യം പറഞ്ഞപ്പോ ഒരു പാട്ടായാലോ? ഒരു പാട്ട് ഓക്കെ, തീർച്ചയായിട്ടും. കനിവാർന്ന രാത്രി വിണ്ണിൻ അഴകിൻ്റെ പീലി നീർത്താം ഊഞ്ഞാലിടാം പൂപ്പാലയിൽ. കനിവാർന്ന രാത്രി വിണ്ണിൻ അഴകിൻ്റെ പീലി നീർത്താം ഊഞ്ഞാലിടാം പൂപ്പാലയിൽ. തിങ്കൾ കൊതുമ്പിൽ പാലാഴി നീന്താം പൊന്നിളം കിളികളെ കളിയാടുമോ മുത്തുമണിത്തൂവൽ തരാം അല്ലിത്തളിരാട തരാം. നന്നായിട്ടുണ്ട്. അപ്പം പാട്ടിൽ നിങ്ങൾക്ക് മനസ്സിലായല്ലോ, ഇൻസ്ട്രുമെന്റ്സിൽ മാത്രമല്ല പാട്ടിലും പുള്ളി കിടുവാണ്. സാർ പാട്ട് എങ്ങനെ സാർ പഠിച്ചിട്ടുണ്ട്? അങ്ങനെ പ്രത്യേകിച്ച് ഇതൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് പഠിച്ചതാണ്. അല്ലാതെ അവിടെ കൂടുതലും കേട്ട് പഠിച്ച് പിന്നെ നമ്മൾ തനിയെ എന്തെങ്കിലുമൊക്കെ പ്രാക്ടീസ് ചെയ്യുക അങ്ങനെയൊക്കെ. പിന്നെ പ്രോഗ്രാംസ് ഇപ്പം നമ്മൾ കീബോർഡ് തന്നെ വായിക്കുന്നതായതുകൊണ്ട് പ്രോഗ്രാംസിൻ്റെ പ്രാക്ടീസ് സമയത്തൊക്കെ നമുക്ക് പാടുന്നവർക്ക് കുറച്ച് ഇതൊക്കെ ടിപ്സൊക്കെ കൊടുക്കേണ്ടി വരും. അപ്പം അതൊക്കെ ചെയ്യാറുണ്ട്. പിന്നെ പ്രോഗ്രാംസ് ഒക്കെ ചെയ്ത് അറിവുള്ളവരടുത്ത് നിന്ന് നേടിയ കൂട്ടിയതും എല്ലാം കൊണ്ട് ഒരു അറിവുണ്ടല്ലേ? തീർച്ചയായിട്ടും. സാർ ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ പറഞ്ഞു കൊടുക്കാറുണ്ടോ സുഹൃത്തുക്കൾക്കും? ഉണ്ട്. ഇടയ്ക്കൊക്കെ കീബോർഡ് ക്ലാസ് എടുക്കാം. ഇപ്പൊ കുറച്ച് നാളായി. നമ്മുടെ പ്രോഗ്രാമിന് BGM സെറ്റ് ചെയ്ത സാറായിരുന്നല്ലേ? അതെ അതെ. അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പൊ സാറിന് ഏറ്റവും ഇഷ്ടപ്പെട്ട മലയാളം പാട്ട് ഏതാണ്? എനിക്കിഷ്ടപ്പെട്ട മലയാളം പാട്ടിലൊന്നാണ് ഞാനിപ്പോ പാടിയത്. ഓ, ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ടുകാരനോ? പാട്ടുകാരൻ ദാസേട്ടൻ തന്നെയാണ്. ഒന്നാമത് ദാസേട്ടനാണ്. പിന്നെ എല്ലാവരും ഇഷ്ടമാണ്. ദാസേട്ടന്റെ സൗണ്ടുമായിട്ട് മാച്ചുള്ളതാണോ സാറിന്റെ സൗണ്ട്? ദാസേട്ടന്റെ സൗണ്ടുമായിട്ട് എന്റെ സൗണ്ട് ഒരിക്കലും മാച്ചല്ല. ചെറിയൊരു ബേസിന്റെ ഒരു ടച്ച് ഇല്ലേ? അങ്ങനെ എനിക്ക് തോന്നിയിട്ടില്ല. അപ്പം ദാസേട്ടനാണ് ഇഷ്ടമുള്ളത്. എല്ലാവരുടെയും പാട്ടും ഞാൻ കേൾക്കും. എല്ലാവരുടെ പാട്ടും കേൾക്കും. എല്ലാ ടൈപ്പ് പാട്ടും കേൾക്കും. എല്ലാ ഭാഷയിലുള്ള പാട്ടും കേൾക്കും. അതിപ്പോ നമ്മുടെ ജോലിയാണല്ലോ. അതെ, കാരണം മ്യൂസിക് എന്ന് പറയുമ്പോൾ നമ്മൾ പുതിയ പാട്ടുകളൊക്കെ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റിയില്ലെങ്കിൽ പോലും നമ്മൾ മ്യൂസിക് ആസ്വദിക്കുന്നതുകൊണ്ട് നമ്മൾ ഭാവിയിൽ പ്രോഗ്രാമിന് പോകുമ്പോൾ പല പാട്ടുകളും നമ്മൾക്ക് പെട്ടെന്ന് കേൾക്കേണ്ടയോ പാടേണ്ടയോ അല്ലെങ്കിൽ വായിച്ചു കൊടുക്കേണ്ടയൊക്കെ വരുന്നതുകൊണ്ട് എല്ലാ പാട്ടുകളും കേൾക്കാറുണ്ട്. എല്ലാ ടൈപ്പ് പാട്ട് കേൾക്കും. എല്ലാ ഭാഷയിലുള്ള പാട്ട് കേൾക്കും. വീട്ടിൽ വെറുതെ ഇരിക്കുമ്പോൾ ടൈം പാസിന് ഇതൊക്കെ കേൾക്കാറുണ്ട്. പിന്നെ കമ്പ്യൂട്ടറിൽ എന്തൊക്കെയാണ് പരിപാടി ചെയ്യുന്നത്? എഡിറ്റിംഗ് ഒക്കെ ചെയ്യാം? ഞാൻ സൗണ്ട് എഡിറ്റിംഗ് ചെയ്യുന്നുണ്ട്. അത് ഏതാണ്ട് 2019 ഞങ്ങൾ സൗണ്ട് എഡിറ്റിംഗ് ചെയ്തു തുടങ്ങിയത്. ആദ്യം നമ്മുടെ ഉബുണ്ടു ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലാണ്, ലിനക്സ്, അതിൽ ഓഡാസിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള ആപ്ലിക്കേഷൻ ഉപയോഗിച്ചാണ് ചെയ്തു തുടങ്ങിയത്. പിന്നെ അത് ഏതാണ്ട് ഈ ഉബുണ്ടുവിൻ്റെ പുതിയ വെർഷനിലേക്കൊക്കെ വന്നപ്പോഴത്തേക്ക് ഓഡാസിറ്റി അതിൽ നമുക്ക് അങ്ങോട്ട് ഉപയോഗിക്കാൻ സപ്പോർട്ട് ഉണ്ടെങ്കിൽ തന്നെയും അതിനെ കുറച്ച് ഉപയോഗിക്കാൻ കുറച്ച് ബുദ്ധിമുട്ട് വന്നപ്പോഴത്തേക്ക് ഞങ്ങൾ വിൻഡോസിലേക്ക് മാറി. ഇപ്പോൾ വിൻഡോസ് തന്നെയാണ് ചെയ്യുന്നത്. വിൻഡോസിലെ അതിലേക്ക് മാറിയിട്ടുണ്ട്. റീപ്പർ എന്ന് പറഞ്ഞിട്ട് സോഫ്റ്റ്വെയർ ഉണ്ട്. അതിങ്ങനെ ഞാൻ പഠിച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതാകുമ്പോൾ നമുക്ക് കീബോർഡിൽ നിന്ന് ഡയറക്റ്റ് നമുക്ക് ഈ സോഫ്റ്റ്വെയർ വഴി ടോൺസൊക്കെ എടുത്തിട്ട് നമുക്ക് പ്രോഗ്രാം ചെയ്യാൻ പറ്റും. അപ്പോൾ അത് ഒക്കെ ഇങ്ങനെ ഞാൻ തുടങ്ങി വെച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും, ഓഫ് കോഴ്സ്. ഞങ്ങൾക്ക് ഈ കോവിഡ് കാലഘട്ടം തുടങ്ങിയപ്പോഴത്തേക്ക് ഞങ്ങൾ കാഴ്ച പരിമിതരായിട്ടുള്ള ആൾക്കാർ ഞങ്ങൾ കുറച്ച് പേര് ഒരുമിച്ച് ചേർന്ന് ഒരു ഹൃദയവാണി എന്ന് പറഞ്ഞിട്ടൊരു ചാനലുണ്ട്. ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. 20 ഓഗസ്റ്റ് മുതൽ ഞങ്ങളത് ഓഗസ്റ്റ് 15 അത് ലോഞ്ച് ചെയ്തത്. അപ്പോൾ അത് മുതൽ ഞങ്ങളതിനകത്ത് കുറേ പ്രോഗ്രാംസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കുറച്ച് നാളായി അതിനകത്ത് പ്രോഗ്രാംസ് അപ്ലോഡ് ചെയ്ത് എല്ലാവരും തിരക്കിലായപ്പോഴത്തേക്ക് ഒരുപാട് പ്രോഗ്രാംസ് ഞങ്ങൾ അതിനകത്ത് ചെയ്തിട്ടുണ്ട്. നമ്മുടെ എല്ലാ പ്രോഗ്രാംസും നമ്മുടെ കാഴ്ച പരിമിതി ഇല്ലാത്ത
സോറി, കാഴ്ച പരിമിതി ഉള്ള ആളുകൾ അവതരിപ്പിച്ചിട്ടുള്ളതാണ്. ഈ പ്രതിഭ ഹൃദയവാണി എന്ന് നിങ്ങൾ യൂട്യൂബിൽ അടിച്ചു നോക്കിയാൽ ആ ചാനൽ കാണാൻ പറ്റും. ഞങ്ങൾ എല്ലാവരും കയറി നോക്കുക. അപ്പം എന്നെ പോലെ എന്റെ ഉദ്ദേശം തന്നെ ആയിരിക്കും അതിലല്ലേ, കാഴ്ച പരിമിതിയുള്ളവരുടെ കലകൾ. തീർച്ചയായിട്ടും. അപ്പൊ എല്ലാവരും കയറി നോക്കുക. പേരെന്താ ഒരിക്കലും പറഞ്ഞ സാറേ? പ്രതിഭ ഹൃദയവാണി. ഓക്കെ. അപ്പൊ ആ ചാനൽ എല്ലാവരും നോക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പം പിന്നെ വേറെ എന്താണ്, അപ്പം നമുക്ക് സാറിന്റെ സുഹൃത്തുക്കളും കൂടുതൽ മ്യൂസിക്കിന്റെ മേഖലയിലോട്ടുള്ളവരാണല്ലേ? തീർച്ചയായിട്ടും. അപ്പൊ നമുക്ക് വരും നാളുകളിൽ പറ്റുമെങ്കിൽ സാറിന്റെ സുഹൃത്തുക്കളെ കൂടി നമുക്ക് പിടിച്ചു നോക്കാം. തീർച്ചയായിട്ടും. സാറിന് തന്നെ കിട്ടാൻ ഭയങ്കര പാടായിരുന്നു. പിന്നെ നമുക്കപ്പം ഏകദേശം കുറെ കാര്യങ്ങൾ നമ്മൾ സംസാരിച്ചല്ലോ. വീട്ടിലൊക്കെ എങ്ങനെയായിരുന്നു സപ്പോർട്ട്? ഞാൻ ആദ്യം ചോദിക്കേണ്ട കാര്യങ്ങളായിരുന്നു. അല്ല, എന്റെ ഇങ്ങനത്തുള്ള എല്ലാ പ്രവർത്തനങ്ങൾക്കും വീട്ടിൽ നിന്ന് നല്ല സപ്പോർട്ട് തന്നെയാണ്. സാറിന്റെ പേരൻസ് നല്ല സപ്പോർട്ട്? പേരൻസ് ആണെങ്കിൽ തന്നെയും ഫാമിലി ആണെങ്കിൽ തന്നെയും അവരെല്ലാവരും സപ്പോർട്ടാണ്. കാരണം എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ പല കാര്യങ്ങളും നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അതെ. അപ്പം എല്ലാവരും നല്ല സപ്പോർട്ടാണ്, ചുറ്റുമുള്ള എല്ലാവരും. ഓഫ് കോഴ്സ്. അപ്പം സാറിന്റെ ഈ ഒരു അവസ്ഥയിൽ സാറിന്റെ ഒരു എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യാമോ? സാറിന് എന്തെങ്കിലും വന്നിട്ടുള്ള പ്രശ്നങ്ങളോ എന്തെങ്കിലും? പ്രശ്നങ്ങൾ, നമ്മൾ തനിയെ യാത്ര ചെയ്യുന്ന ആൾക്കാരാണ്. മറ്റുള്ളവരുടെ സഹായം ഉണ്ടെങ്കിലും ചില സാഹചര്യങ്ങളിൽ നമുക്ക് സഹായം വേണ്ടി വരും. എങ്കിലും നമ്മൾ തനിയെ യാത്ര ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പം ചിലപ്പോൾ ചില സമയത്ത് നമുക്ക് ഈ യാത്രക്കാരിൽ നിന്ന്, അല്ലെങ്കിൽ നമ്മൾ കൂടുതലും ഗവൺമെൻറ് വാഹനങ്ങളിലാണ്, KSRTC ബസ്സിലൊക്കെയാണ് യാത്ര ചെയ്യുന്നത്. അപ്പം അതിനകത്ത് നിന്ന് അതിൻ്റെ ജീവനക്കാരനൊക്കെ നമ്മൾ ഈ കൺസെഷനൊക്കെ ഉപയോഗിച്ച് യാത്ര ചെയ്യുന്ന ആൾക്കാരല്ലേ. അപ്പം അതുമായി ബന്ധപ്പെട്ട് ചില സമയത്തൊക്കെ ജീവനക്കാരിൽ നിന്നൊക്കെ കുറച്ച് തിക്ത അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അത് ഓൺ ദ സ്പോട്ടിൽ നമുക്ക് പരിഹരിക്കാനും കഴിഞ്ഞിട്ടുണ്ട്. ഒന്നും വെറുതെ വിട്ടിട്ടില്ല. ഇല്ല. കാരണം നമ്മൾ കാഴ്ചയുള്ളവരെ പോലും നമ്മളും പ്രതികരണശേഷിയുള്ളവർ തന്നെയാണ്. നമ്മളും പ്രതികരിക്കേണ്ടതിന് പ്രതികരിക്കണം, അല്ലാതെ ആവശ്യമില്ലാതെ അങ്ങനെ പറ്റില്ല. നമ്മൾ പറയേണ്ട കാര്യങ്ങൾ അല്ലെങ്കിൽ ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യുക, പ്രതികരിക്കേണ്ട കാര്യങ്ങൾക്ക് കൃത്യമായിട്ട് പ്രതികരിക്കുക. എങ്കിൽ മാത്രമേ നമുക്ക് സമൂഹത്തിൽ നിലനിൽക്കാൻ കഴിയുള്ളൂ. അല്ലെങ്കിൽ ഈ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു, ഇപ്പോൾ സാറിന്റെ സമയം എങ്ങനെയാണെന്നറിയില്ല, അതിനൊക്കെ മുമ്പ് പറഞ്ഞു കേട്ടിട്ടുള്ളതാണ്, ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല. ഇങ്ങനെയൊക്കെ ഉള്ളവരെ വീട്ടിലടയ്ക്കപ്പെട്ട ഒരു ഓഫ് കോഴ്സ് ആ ഒരു ഇതിലോട്ട് ഇപ്പം ഏകദേശം മാറി വരുവാണ്. ഏകദേശം മാറിയെങ്കിൽ പോലും ചില പ്രത്യേക ഏരിയകളിൽ ഇപ്പോഴും ഈ സ്ഥിതി അതുപോലെ തുടരുന്നൊക്കെയുണ്ട്. പക്ഷെ നമുക്ക് അതിന് താല്പര്യമില്ലാത്തതുകൊണ്ട് നമ്മൾ സ്വതന്ത്രമായിട്ട് സഞ്ചരിക്കാനും എല്ലാ ജോലിയും ചെയ്യാൻ ആഗ്രഹിക്കുന്നതുകൊണ്ട് നമ്മൾ ഈ കെട്ടൊക്കെ പൊട്ടിച്ച് നമ്മൾ അങ്ങോട്ട് പുറത്തു പോയി. പിന്നെ ഈ പറയുന്ന പോലെ എല്ലാവരും വാക്കിൽ പറയുന്ന ഒരു കാര്യമാണ്, ഈ ഭൂമിയിൽ ജനിച്ച എല്ലാവർക്കും കുറവുകളുണ്ട്. വാക്കിൽ എല്ലാവരും പറയുന്നുണ്ട്, എല്ലാ ജാതി എന്നില്ല, മതങ്ങൾ എന്നില്ല, എല്ലാവരും പറയുന്നുണ്ട്. പക്ഷെ ഇതൊന്നും ആരും പാലിക്കുന്നില്ല. അതാണ് ഒരു പല കാര്യങ്ങളും നമുക്ക് പറയാൻ എളുപ്പമാണ്, അത് പ്രാവർത്തികയിലേക്ക് കൊണ്ടുവരാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും പല കാര്യങ്ങളും. അതാണ്. അപ്പൊ അത് നമ്മളെല്ലാവരും മനസ്സിലാക്കുക. എല്ലാവർക്കും അവരുടേതായ ഓരോ കുറവുകളുണ്ട്. പക്ഷെ അതിലുപരി കഴിവുകളായിട്ടോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളായിട്ടോ ദൈവം ഉപരിയായിട്ട് നൽകിയിട്ടുണ്ട്, അല്ലേ സാർ? അപ്പൊ നമുക്കിനി കുറച്ച് മ്യൂസിക് പരമായിട്ടൊക്കെ ഇൻസ്ട്രുമെന്റ് ഉപയോഗിച്ച് കുറച്ച് കേട്ടിട്ട് നമുക്ക് ഈ ഒരു സെക്ഷൻ സാറിന് ഇഷ്ടമുള്ള ഒരു മലയാളം പാട്ട് അല്ലെങ്കിൽ സാർ ചെയിൻ സോങ് ആയിട്ട് ഏതെങ്കിലും ചെയ്യാറുണ്ടോ? ചെയിൻ സോങ് ഒക്കെ ചെയ്യാറുണ്ട്. അപ്പൊ സാറിന് ഇഷ്ടമുള്ള ഒരു കുറച്ച് പാട്ട് നമ്മുടെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട്. ഓക്കെ 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 ഓക്കെ.
ഇടുമായിരുന്നു. ഇതില് മലയാളം പാട്ടുണ്ടായിരുന്നു, ഹിന്ദി ഉണ്ടായിരുന്നു, എല്ലാം കൊണ്ട് സൂപ്പർ ആയിരുന്നു. അപ്പം എന്തായാലും ഞാൻ ഒരു കാര്യം കൂടി അവസാനമായിട്ട് ചോദിക്കട്ടെ, എന്റെ വ്യൂവേഴ്സിനോട് എന്താണ് പറയാനുള്ളത്, എന്റെ ചാനലിനെ പറ്റി എന്താണ് പറയാനുള്ളത്? എന്റെ വീഡിയോ കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുന്ന ആളാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. തീർച്ചയായിട്ടും അജീഷിന്റെ ഒരുപാട് വീഡിയോസ് ഞാൻ കാണാറുണ്ട്. ഈ ചാനൽ അറിഞ്ഞ ശേഷം ഒരുപാട് ഈ ചാനലിൽ കയറി മിക്കവാറും ഏതാണ്ട് എല്ലാ വീഡിയോസും അജീഷിന്റെ ഞാൻ കാണാറുണ്ട്. തീർച്ചയായിട്ടും അജീഷ് വളർന്നു വരുന്നൊരു നല്ലൊരു യൂട്യൂബറാണ്. തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും അജീഷിന് പൂർണ്ണമായിട്ടും സപ്പോർട്ട് ചെയ്യുക. ഓരോ പ്രോഗ്രാംസും കാണുക, ഓരോ വീഡിയോസും ശ്രദ്ധിച്ച് കാണുക, നല്ല വ്യൂ കൊടുക്കുക. എന്തായിരുന്നാലും അജീഷിന് എല്ലാവരും നല്ല സപ്പോർട്ട് കൊടുക്കുക, അത് മാത്രമാണ് പറയാനുള്ളത്. നല്ല താങ്ക് യു. എനിക്ക് അതിൻ്റെ കൂടെ ഒന്ന് കൂട്ടിച്ചേർക്കാൻ ഉള്ളത്, സാർ എല്ലാ തെറ്റും പറഞ്ഞു തരും കേട്ടോ. വീഡിയോയിൽ ഞാൻ സംസാരിക്കുന്നതിലോ അല്ല എന്തെങ്കിലും തെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ സാർ എല്ലാം പറഞ്ഞു തരും. അപ്പം അതെങ്ങനെ തെറ്റുകൾ ഇപ്പം മറ്റുള്ള ചില ആളുകളുണ്ട്, തെറ്റുകൾ മാത്രം പറഞ്ഞു തരും, അല്ലെങ്കിൽ അതിങ്ങനെ കളിയാക്കിയിട്ട് പോകും, അങ്ങനെയുള്ള. പക്ഷെ സാറിൻ്റെ കയ്യിൽ സാറ് തെറ്റുകൾ പറയുമ്പോൾ അതിൻ്റെ ശരി എന്താണ്, അല്ലെങ്കിൽ അത് അടുത്ത് ചെയ്യുമ്പോൾ എങ്ങനെ ശരിയാക്കാം എന്നുള്ള മാർഗം കൂടി പറഞ്ഞു തരും. അപ്പോൾ കറക്റ്റായിട്ട് എൻ്റെ വീഡിയോ ഫോളോ ചെയ്യുന്ന ആളാണെന്ന് നന്നായിട്ട് അറിയാം. കാരണം എന്നെ കാണുമ്പോൾ എല്ലാം ഇട്ട വീഡിയോയുടെ കറക്റ്റ് സാധനം വന്ന് എൻ്റെ അടുത്ത് പറയും. അപ്പം അങ്ങനെ എനിക്ക് അറിയാം. പിന്നെ സാർ ഷെയർ ചെയ്യുന്നുണ്ട്, നല്ല സപ്പോർട്ടൊക്കെ തരുന്നുണ്ട്. അപ്പം എന്തായാലും എൻ്റെ ഇങ്ങനെ ഒരു വീഡിയോയിൽ വന്നതിൽ എനിക്ക് വളരെയധികം നന്ദിയുണ്ട്. പിന്നെ ഞാനിപ്പോൾ വരുന്നത് കൊണ്ട് തന്നെ, അതായത് ഇപ്പോൾ നമ്മുടെ ഒരു പുതിയൊരു സംരംഭം ആയതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകൾ മടിക്കുന്നുണ്ട്. ഞാനിപ്പം കുറച്ച് പേരതൊക്കെ സംസാരിക്കുമ്പോൾ അവരെൻ്റെ അടുത്ത് ആദ്യം ചോദിക്കും എത്ര സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്, എത്ര ആളുകൾ കാണുന്നുണ്ട്, അങ്ങനെയൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് ആളുകൾ കാണുമെങ്കിലേ വരുള്ളൂ, അങ്ങനെയൊക്കെ ഉള്ള ഒരു ഇതാണ്. സാറിൻ്റെ അടുത്ത് അങ്ങനെ ഒന്നും ചോദിച്ചില്ല. ഞാൻ പറഞ്ഞപ്പോൾ പിന്നെ സാറിന് കുറേ തിരക്കുകളുണ്ടായിരുന്നു, 2-3 ദിവസം വരാൻ പറ്റിയില്ല. ഇന്ന് എന്തായാലും വരാൻ പറ്റി. വളരെയധികം സന്തോഷമുണ്ട്. ഈ വീഡിയോ കാണുന്ന നിങ്ങളടുത്തും എനിക്കതേ പറയാനുള്ളൂ. വീഡിയോ ഇത്രയും സമയം കണ്ട